ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീയെന്നോ പുരുഷനോ ഇല്ലാതെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗം. സ്ത്രീകളും ഇപ്പോൾ ഇത് നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളും ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതും വിവാഹത്തിന് മുമ്പ് തന്നെ ചെറിയ പെൺകുട്ടികളാണ് ഇത് ചെയ്യാറൊക്കെയുള്ളത്. കൗമാരപ്രായത്തിൽ തന്നെ ഒരു ലൈംഗികതയോട് താല്പര്യം തോന്നുന്ന സമയത്ത് തന്നെയാണ് പെൺകുട്ടികൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഇതൊരു തെറ്റാണെന്ന് ആരും തന്നെ ഒരിക്കലും പറയുന്നില്ല. ഇത് ലൈംഗികതയ്ക്ക് സ്വന്തമായി കണ്ടുപിടിക്കുന്ന ഒരു മാർഗമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും സ്ത്രീകൾ വിരലുപയോഗിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നീടത് ഭാവി ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, വിരലുപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് സാവധാനം ചെയ്യുന്ന സ്ത്രീകൾക്കാണെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ, വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ അത് വലിയ കുഴപ്പമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാം. എന്നാൽ വളരെ വേഗത്തിൽ ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അത് പിന്നീട് അവരെ ബാധിക്കുന്നത് വിവാഹശേഷമാണ്. കാരണം ഒരു പുരുഷനുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇതുപോലെ തന്നെ വേഗത്തിൽ അവർക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു സുഖം അവർക്ക് നഷ്ടമാകും. പിന്നീട് വീണ്ടും ഈ വിരലിടൽ തന്നെ ആശ്രയിക്കേണ്ടി വരികയും പുരുഷനിൽ നിന്നും ഒരു തരത്തിലുള്ള സുഖം ലഭിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സാവധാനം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, വിവാഹത്തിന് മുമ്പാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ടൈറ്റായിട്ടും സ്പീഡിലും അതുപോലെ തന്നെ അമർത്തിയും ചെയ്യാതിരിക്കുക. കാരണം ചിലപ്പോൾ ഈ ഒരു ഏരിയക്ക് നിങ്ങളങ്ങനെ ടൈറ്റായിട്ട് ചെയ്യുന്നത് വഴി ചിലപ്പോൾ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാൻ ഇടയുണ്ടാവും. പിന്നെ നിങ്ങൾ കാലങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് തേയ്മാനം സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിരലിടുന്ന സ്ത്രീകളായാലും, അത് വിവാഹം കഴിഞ്ഞവരായാലും വിവാഹത്തിന് മുമ്പ് ചെയ്യുന്ന സ്ത്രീകളായാലും ആ ഒരു ഭാഗത്ത് മുറിവുകൾ പറ്റാതെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് കേൾക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യണേ.